പറഞ്ഞറിയിച്ച പാലക്കാടൻ പ്രൗഢിയിലേക്ക് വേനലിൽ വരണ്ടുണങ്ങിയ നെൽപ്പാടങ്ങൾ തീതുപ്പുന്ന മറ്റൊരു അധ്യായം കൂടെ തുറക്കപ്പെടുകയാണ്. അതെ, ഏപ്രിൽ 10-നാണ് കരിമരുന്നിന്റെ തറവാട് എന്നറിയപ്പെടുന്ന കാവശ്ശേരി പൂരം. എല്ലാ പൂരങ്ങൾക്കും വെടിക്കെട്ടുണ്ടാവും. എന്നാൽ വെടിക്കെട്ടുകൊണ്ട് തന്നെ പൂരമാക്കുന്ന ഒരേ ഒരു നാടാണ് കാവശ്ശേരി. അത്രത്തോളം വെടിക്കെട്ടാണ് കാവശ്ശേരിയിൽ കാണാൻ കഴിയുക. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടത്തുന്നതും ഇവിടെയാണ്. ഇനി വെടിക്കെട്ടും അതിന്റെ സമയക്രമങ്ങളും നോക്കാം. ഏപ്രിൽ 5 ശനിയാഴ്ച വൈകുന്നേരം 7:30 കഴനി ദേശത്തിൻ സാമ്പിൾ വെടിക്കെട്ട്. ഏപ്രിൽ 9 ബുധനാഴ്ച വൈകുന്നേരം 9 മണിക്ക് കാവശ്ശേരി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട്. ഏപ്രിൽ 10 വ്യാഴാഴ്ച പൂരം ദിവസം ഉച്ചയ്ക്ക് 3 ദേശക്കാരുടെയും ഗംഭീര പകൽ വെടിക്കെട്ട്. 12:30-നും 1-നും ഇടയിൽ വാവുള്ളിയാപുരം ദേശത്തിന്റെ ഉച്ചീട് വെടിക്കെട്ട്. 1-നും 2-നും ഇടയിൽ കഴനി ദേശത്തിന്റെ ഈട് വെടിക്കെട്ട്. 2-നും 2:30-നും ഇടയിൽ കാവശ്ശേരി ദേശത്തിന്റെ ഈട് വെടിക്കെട്ട്. ഉച്ചയ്ക്കുള്ള ഈ 3 വെടിക്കെട്ടു മാത്രം ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി കഴനി ചുങ്കം എന്ന സ്ഥലത്താണ് നടക്കുക. വൈകുന്നേരം 7 മണിക്ക് പകൽപൂര കമ്മിറ്റിയുടെ വെടിക്കെട്ട്. ഏപ്രിൽ 11 പുലർച്ചെ 2 മണി മുതൽ വാവുള്ളിയാപുരം, കഴനി, കാവശ്ശേരി എന്നീ ദേശങ്ങളുടെ വെടിക്കെട്ട്. പുലർച്ചെയുള്ള വെടിക്കെട്ടിനു ശരിയായിട്ടുള്ള സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഓരോ ദേശങ്ങളുടെയും ദേശകുതിരകൾ ആന പന്തലിനു താഴെ എത്തുന്നതുപോലെ ആയിരിക്കും വെടിക്കെട്ട്. ഏകദേശം സമയം പറയുകയാണെങ്കിൽ 1-നും 2-നും ഇടയിൽ വാവുള്ളിയാപുരം ദേശം, 2-നും 3-നും ഇടയിൽ കഴനി ദേശം, 3-നും 4-നും ഇടയിൽ കാവശ്ശേരി. പറഞ്ഞറിയിച്ച പാലക്കാടൻ പ്രൗഢിയിലേക്ക് വേനലിൽ വരണ്ടുണങ്ങിയ നെൽപ്പാടങ്ങൾ തീതുപ്പുന്ന മറ്റൊരു അധ്യായം കൂടെ തുറക്കപ്പെടുകയാണ്. അതെ, ഏപ്രിൽ 10-നാണ് കരിമരുന്നിന്റെ തറവാട് എന്നറിയപ്പെടുന്ന കാവശ്ശേരി